ഹായ്, സൈയാർട്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കുറച്ച് എക്സ്പ്രഷൻസിൻ്റെ ക്ലാസ്സുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബട്ടർഫ്ലൈ അനിമേഷൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അതിനകത്ത് ഞാനൊരു എക്സ്പ്രഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പ്രഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാമെന്ന്. ഇവിടെ ഞാൻ കുറച്ച് എക്സ്പ്രഷൻസ് മാത്രം ഞാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിനകത്ത് ജാവ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റിംഗ് ബേസ് വെച്ച് നമുക്ക് കുറച്ച് അനിമേഷൻസ് നമുക്ക് കീ ഫ്രെയിം കൊടുക്കാതെ തന്നെ നമുക്ക് ആ സ്ക്രിപ്റ്റിംഗ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനാവശ്യമുള്ള കുറച്ച് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആദ്യം റോക്കറ്റ് എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ റോക്കറ്റിനകത്ത് എങ്ങനെയാണ് ആ വിഗിൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റോക്കറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എടുക്കുക, ട്രാൻസ്ഫോം, അവിടെ പൊസിഷൻ ഉണ്ട് അല്ലേ, എക്സ് വൈ ആക്സിസ് എന്നുള്ളത്. ഇപ്പോൾ രണ്ട് ആക്സിസിലേക്ക് നമുക്കത് വർക്കൗട്ട് ചെയ്യണം. എക്സിലും വേണം വൈയിലേക്കും മൂവ് ചെയ്യുന്ന രീതിയിലൊരു മൂവ്മെൻറ്റ്സ് ജെർക്കിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണം. അതിനുവേണ്ടി പൊസിഷൻ സെലക്ട് ചെയ്യുക. അനിമേഷനകത്ത് ആഡ് എക്സ്പ്രഷൻസ് എന്ന് പറയും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ട് താഴെ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു വന്നു. അവിടെ ഞാൻ വിഗിൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വിഗിൾ എല്ലാം സ്മോൾ ലെറ്ററാണ്. വിഗിൾ ബ്രാക്കറ്റിനകത്ത് ഒരു 5,10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എൻ്റർ അടിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, റോക്കറ്റ് ജസ്റ്റ് ഒരു ഷേക്കിങ് പോലെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കീ ഫ്രെയിം കൊടുക്കാതെ തന്നെ ജസ്റ്റ് ഓരോ മൂവ്മെൻറ്റ്സ് ജെർക്കിങ് നമുക്ക് വിഗിൾ വെച്ചുണ്ടാക്കി. ഇനി എന്താണ് നമുക്ക് ഡീറ്റെയിൽ അത് പഠിക്കാം. വിഗിൾ മീൻസ് പുളയുക എന്നാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ആവുക അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിൽ എത്ര ഫ്രീക്വൻസി. ഇപ്പം 5 സെക്കൻഡ്സിൽ ഇത്ര ഫ്രീക്വൻസി ആയിട്ട്. 10 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഞാൻ വ്യാപ്തി, അതിൻ്റെ വ്യാപ്തി എത്ര വേണം, 5 സെക്കൻഡിൽ എത്ര വ്യാപ്തിയിൽ അത് മൂവ്മെൻറ്റ് ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ 5ൻ്റെ സ്ഥാനത്തൊരു 10 കൊടുക്കുകയാണെങ്കിൽ, പ്ലേ ചെയ്യണമെങ്കിൽ അത്രയും മൂവ്മെൻറ്റ്സ് അവിടെ സംഭവിക്കുകയാണ്. അവിടെ 100 കൊടുക്കുന്നതെങ്കിൽ കണ്ടോ അത്രയും ജെർക്കിങ് അവിടെ സംഭവിക്കുന്നു. ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് വ്യാപ്തിയുടെ ഏരിയയിൽ ഞാനൊരു 100 കൊടുക്കുന്നതെങ്കിൽ കണ്ടോ ഈ രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം വിഗിൾ എന്നുള്ള എക്സ്പ്രഷൻസ് മനസ്സിലായി കാണും അല്ലേ. ഇതൊരു ജാവ സ്ക്രിപ്റ്റാണിത്. ഇപ്പം നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ചില പോർഷനിൽ അനിമേഷൻ സിമ്പിളായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ നമുക്ക് പൊസിഷനിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതുകൂടാതെ നമുക്ക് സ്കെയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പൊസിഷനിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ സ്കെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആനിമേഷൻ ആഡ് എക്സ്പ്രഷൻസ് അവിടെ പോയിട്ട് സ്കെയിലിൽ ഞാൻ പോയിട്ട് ഇപ്പം വിഗിൾ എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ ഒരു 5,10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇമേജ് ജസ്റ്റ് സ്കെയിലായാണ്, എക്സ് വൈ എന്ന രീതിയിൽ സ്കെയിലാണ്. 3D ഇമേജ് ആണെങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന രീതിയിലായിരിക്കും ഇത് സ്കെയിലായി വർക്കൗട്ട് ചെയ്യുന്നത്. കണ്ടോ, അവിടെ ഞാനത് റൊട്ടേഷനിലാണ് കൊടുക്കുന്നതെങ്കിലോ നമുക്ക് വേറെ എളുപ്പവഴിയുണ്ട്. ഈ മെനു ബാറിൽ പോയി എടുക്കുന്നതിന് പകരം ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം ഈ ടൂഗിൾ കീയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അവിടെ റൊട്ടേഷനിലാണെങ്കിൽ വിഗിൾ ബ്രാക്കറ്റിൽ ഞാനൊരു 10,5 എൻ്റർ. കണ്ടോ, ഈ രീതിയിലായിരിക്കും അതിൻ്റെ റൊട്ടേഷൻ്റെ മൂവ്മെൻറ്റ്സ് വർക്ക് കിട്ടുന്നത്. ഒരു 100 കൊടുക്കുന്നെങ്കിൽ ഇവിടെ ഞാനൊരു 25 കൊടുക്കുന്നു. കണ്ടോ, ഇനി ഇവിടെ 10. അപ്പം ഈ രീതിയിലുള്ളൊരു അനിമേഷൻസ് നമുക്ക് വിഗിൾ വെച്ച് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം ഒപ്പാസിറ്റിയിലും കൊടുക്കാം. ഓൾട്ട് പ്രസ് ചെയ്യുക, ജസ്റ്റ് ടൂഗിൾ ക്ലിക്ക് ചെയ്യുക, വിഗിൾ ബ്രാക്കറ്റിൽ 15,
5 അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരു 150 കൊടുക്കാം, ഇവിടെ ഒരു 15 കൊടുക്കാം. കണ്ടോ? കുറച്ചുകൂടെ ആ ഒപ്പാസിറ്റിയുടെ അനിമേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ജസ്റ്റ് ബ്ലിങ്ക് ചെയ്ത് ആ ഒപ്പാസിറ്റി കൂടിയും കുറഞ്ഞു വരുന്നു അല്ലേ? ജസ്റ്റ് ഞാൻ ടൈം ലൈൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ വാല്യൂ മാറുന്നത്. കണ്ടോ? ഇനി ഞാനിപ്പോൾ ഈ വിഗിൾ കൊടുത്തത് പൊസിഷനിൽ തന്നെ ഞാൻ കൊടുക്കുക. പൊസിഷനിൽ 2 ആക്സിസ് ഉണ്ട്, എക്സ് വൈ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി എന്ന് നമുക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം അല്ലേ? അതെങ്ങനെ നമുക്ക് കൊടുക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി പൊസിഷൻ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെപ്പറേറ്റ് ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ സെപ്പറേറ്റ് കീ ആയി, എക്സ് വൈ എന്ന രീതിയിൽ സെപ്പറേറ്റ് കീ ആയി. ഇനി എനിക്ക് വൈ എക്സിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് വിഗിൾ ബ്രാക്കറ്റിൽ 15,10 ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, കണ്ടോ? വൈയിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി എക്സ് ആക്സിസിൽ ഞാൻ ചെയ്തിട്ട് പോയിട്ട് കീ ഫ്രെയിം കൊടുക്കുന്നു. ജസ്റ്റ് 10 സെക്കൻഡ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അനിമേഷൻസ് കണ്ടോ? ഒരു സൈഡിൽ നമുക്ക് ഈ കീ ഫ്രെയിം അനിമേഷൻ കൊടുക്കുകയും ചെയ്തു, മറ്റു സൈഡിൽ നമ്മൾ വിഗിൾ വെച്ച് ജസ്റ്റ് ഒരു ഷേക്കിംഗ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ എക്സ് ആക്സിസിൽ ജസ്റ്റ് വിഗിൾ അപ്ലൈ ചെയ്യാം. വിഗിൾ ബ്രാക്കറ്റിൽ 15,10 ബ്രാക്കറ്റ് ക്ലോസ്. ഇനി വൈ ആക്സിസിൽ ഞാൻ പോയിട്ട് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രെയിം കീ കൊടുക്കുന്നു. ഞാൻ റോക്കറ്റിനെ കുറച്ച് താഴോട്ട് വെച്ചു, ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ച് റോക്കറ്റ് കുറച്ച് മുകളിലേക്ക് വെച്ചു. ഇപ്പോൾ എനിക്ക് അനിമേഷൻ നോക്കാം. കണ്ടോ? എക്സ് എക്സ് ജസ്റ്റ് മൊത്തത്തിലും ഷേക്ക് ചെയ്തു, വൈ എക്സ് ജസ്റ്റ് നമ്മൾ കീ ഫ്രെയിം വെച്ച് മൂവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നമുക്ക് കീ ഫ്രെയിം അനിമേഷനും കൊടുത്തു, ദെൻ സെക്കൻഡ്ലി ഞാൻ വിഗിൾ എന്നൊരു സ്ക്രിപ്റ്റിംഗ് കൊടുക്കുകയും ചെയ്തു. അവിടെ ഡയമെൻഷൻ സെപ്പറേറ്റ് ആക്കിയതുകൊണ്ടാണ് എക്സ് വൈ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം വിഗിൾ എന്ന ഒരു സ്ക്രിപ്റ്റിംഗ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഫാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഇതാ മാറിക്കിടക്കുകയാണ്. അത് പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു. അനിമേഷനിൽ ആഡ് എക്സ്പ്രഷൻ, ഇവിടെ ടൈം എന്ന് പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ടൈം *360 കൊടുക്കുക. ജസ്റ്റ് പ്ലേ ചെയ്യുക. ചെറിയൊരു വേരിയേഷനുണ്ട്, സെൻട്രലല്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാനിവിടെ 360-ക്കകത്ത് ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫാൻ്റെ ലീഫ് വർക്ക് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം 360 കഴിഞ്ഞതിന് ശേഷം ഡിവിഷൻ, നമ്മുടെ ഭാഗം ചെയ്യുന്നുണ്ടല്ലോ, പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ ഡിവിഷൻ അപ്ലൈ ചെയ്യുക. ഒരു 5 കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ? വളരെ സ്ലോയിലായിരിക്കും. അവിടെ 5-ന് പകരം 1 ആണ് അപ്ലൈ ചെയ്യുന്നത്, 1 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്പീഡായിരിക്കും. അവിടെ 10 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ സ്ലോയിലായിരിക്കും കറങ്ങുന്നത്. ചില സീക്വൻസ് കാണുന്ന സമയത്ത് ഫാൻ വളരെ സ്ലോയിൽ കറങ്ങുന്ന മൂവ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്താലൊന്നും ആ ഒരു ടൈമിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഈ സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ വേറെ സ്ക്രിപ്റ്റിംഗ് കൊടുക്കുകയാണ്. ഈ ടൈമിന് തൊട്ട് മുന്നേയായിട്ട് പോസ്റ്ററൈസ്, ക്യാപിറ്റൽ ടൈം ബ്രാക്കറ്റിൽ 3 കൊടുക്കണം, ബ്രാക്കറ്റ് ക്ലോസ്, സെമിക്കോളൻ. ഓക്കെ, പ്ലേ ആണ്. കണ്ടോ? ഇവിടെ 3 എന്ന പറയുന്ന 3 എന്ന ഏരിയയിൽ ഞാൻ 5 കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, 1 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ക്ലോക്കൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് അല്ലെങ്കിൽ വാച്ച് അതിൻ്റെ സൂചികൾ ജസ്റ്റ് മൂവ് ചെയ്യുന്ന കണക്കുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ടൈമിംഗ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പോസ്റ്റേജ് ടൈമും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ വരെ ബൈ.